ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബായ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. വൺ പോട്ട് റെസിപ്പിയാണ്. അതേപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റം, പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മളൊരു ബിരിയാണി പോട്ട് അടുപ്പത്ത് വെക്കുക. അത് ചൂടായതിന് ശേഷം 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് കൊടുത്ത് 5 ഏലക്ക, 5 പട്ട, 5 ഗ്രാമ്പു, അതേപോലെ തന്നെ 2 വലിയ ബേ ലീവ്സ് കൂടി ഇട്ട് നല്ലോണം പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 5 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളറ് ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് എത്രത്തോളം ബ്രൗൺ കളർ ആവുന്നോ അത്രത്തോളം ടേസ്റ്റ് നമുക്ക് ബിരിയാണിക്ക് വരും. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വെളുത്തുള്ളി കുറച്ചധികവും ഇഞ്ചി കുറച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പോണ, വലിയ പോണായിട്ടുള്ള വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും എടുത്ത് നന്നായിട്ട് മിക്സിയിൽ നല്ലോണം അരച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ മല്ലിച്ചപ്പും പുതിനയാണ് എടുക്കുന്നത്. മല്ലിച്ചപ്പ് ഒരു വലിയ കൈപ്പിടിയും പുതിന ചപ്പും അതേ കൈപ്പിടിയിൽ വലിയൊരു കൈപ്പിടി കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എടുക്കേണ്ടത് 5 തക്കാളിയാണ്. 5 തക്കാളി മിക്സീൻ്റെ ജാറിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഈ ബിരിയാണിയിൽ നമുക്ക് തക്കാളി കടിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പേസ്റ്റ് മാത്രമേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നല്ല കളറുള്ള മുളക് പൊടിയും അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് നമ്മൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആ ഒരു ചിക്കൻ്റെ കളറ് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നല്ല തിളച്ച ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചതിന് ശേഷം ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വൃത്തിയാക്കി കഴുകിയ അരി അതിലേക്ക് ചേർത്ത് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ആ കുക്കർ മൂടി വെച്ച് 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, 1 വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ തുറന്നു കൊടുക്കുക. അപ്പോൾ നമ്മൾ തുറക്കുന്ന സമയത്ത് വിസിൽ പോയിട്ടുണ്ടോ ഇല്ലയെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനും നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് കഴിഞ്ഞാൽ ഇതേപോലെ കാണാം. അപ്പം നമ്മൾ വിചാരിക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവുമെന്ന്. അല്ല കേട്ടോ, അപ്പോൾ കുറച്ച് കുഴഞ്ഞ പോലെ ആയിരിക്കണം ഈ ഒരു ചോറ് ഉണ്ടാവേണ്ടത്. കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ചോറ് നല്ല ഉതിരിയായിട്ട് വരിക. അപ്പോൾ കുറച്ച് നേരം താമസിച്ചതിന് ശേഷം മാത്രം നമ്മളത് വിളമ്പുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബിരിയാണീൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.